നോക്കാം ഇതുവരെയുള്ള വാർത്തകൾ ന്യൂസ് ക്യാപ്സ്യൂളിലൂടെ. ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനമേറ്റതിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം. സർക്കാരിനെതിരായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനുള്ള ആസൂത്രണ ശ്രമമാണ് പോലീസ് നടപടിയെന്ന് കോൺഗ്രസ് ആരോപണം. മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച് UDF. ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ രണ്ടിടത്ത് പൊട്ടലെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. ഷാഫിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. സർജറിക്ക് ശേഷം ഷാഫി ICUവിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശബരിമല സ്ട്രോങ് റൂം തുറന്ന് പരിശോധന തുടങ്ങി. വഴിപാടായി ലഭിച്ച സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും ദേവസ്വം മഹസ്വറും വിശദമായി പരിശോധിക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതെന്ന് കോടതി. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചത് ദേവസ്വം ബോർഡ് യോഗമെന്നും യോഗത്തിൽ ചെമ്പ് തകടുകൾ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നും ഹൈക്കോടതി ഉത്തരവിൽ. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണത്തിൽ സഭാനേതൃത്വത്തെ അനുനയിപ്പിക്കാൻ സർക്കാർ. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തി മന്ത്രി V. ശിവൻകുട്ടി ആർച്ച് ബിഷപ്പ് തോമസ് തറയിലുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ച പോസിറ്റീവെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി. പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും ബിഷപ്പ് തോമസ് തറയിൽ. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചുവെന്ന് KGMOA. ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. RSS ശാഖയിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ട ശേഷം യുവാവ് ജീവനൊടുക്കിയതിൽ CPM പോലീസിൽ പരാതി നൽകി. കോട്ടയം എലിക്കുളം സ്വദേശി അനന്തു അജിയുടെ മരണം അന്വേഷിക്കുമെന്നാവശ്യപ്പെട്ട് പൊൻകുന്നം പോലീസാണ് പരാതി നൽകിയത്. DYFI ബ്ലോക്ക് കമ്മിറ്റിയും പരാതി നൽകി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലാണ് അലർട്ട് ഉള്ളത്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കണ്ണൂർ തളിപ്പറമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 5 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് RDO റിപ്പോർട്ട്. അപകടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് RDO ജില്ലാ കളക്ടർക്ക് കൈമാറി. ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. സീറ്റ് വിഭജനത്തിൽ ഇടഞ്ഞു നിന്ന LJP-യെ NDA അനുനയിപ്പിച്ചു. മഹാസഖ്യത്തിൽ ഇടഞ്ഞ പാർട്ടികളുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും വിദ്വേഷ പരാമർശവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ കാരണം നുഴഞ്ഞുകയറ്റമെന്ന് അമിത്ഷാ ആരോപിച്ചു. വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നും അമിത്ഷാ. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരാൾ രാജസ്ഥാനിൽ അറസ്റ്റിൽ. ആൽവാർ സ്വദേശി മംഗത് സിംഗിനെയാണ് രാജസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത്. ഹണി ട്രാപ്പിലൂടെയാണ് മംഗത്തിനെ പാകിസ്ഥാൻ ചാരവൃത്തിക്കിലെത്തിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്.